ഓൺലൈൻ പണം തട്ടിപ്പ് ശ്രമങ്ങളെ ജനങ്ങൾ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ. കഴിഞ്ഞ ദിവസമാണ് കളക്ടറുടെ പേരിൽ പണം ആവശ്യപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് സന്ദേശം വന്നത്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചെന്നും കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസൻ ജനം ടിവിയോട് പറഞ്ഞു. കൊല്ലം ജില്ലയിലെ പള്ളിമൺ വില്ലേജ് ഓഫീസർക്കാണ് വാട്സപ്പ് വഴി സന്ദേശം വന്നത്. ജില്ലാ കളക്ടർ എൻ ദേവിദാസനാണെന്ന പേരിലായിരുന്നു പണം ആവശ്യപ്പെട്ടത്. അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഫോൺ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അത്യാവശ്യമായി പണം ട്രാൻസ്ഫർ ചെയ്തു തരണമെന്നുമായിരുന്നു സന്ദേശം. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വില്ലേജ് ഓഫീസർ അധികാരികളെ കാര്യമറിയിച്ചു. തന്റെ പേരുപയോഗിച്ചുള്ള തട്ടിപ്പ് ശ്രമത്തെ ലാഘവത്തോടെ കാണുന്നില്ലെന്നും നിയമ നടപടികൾ സ്വീകരിച്ചുവെന്നും ജില്ലാ കളക്ടർ എൻ ദേവിദാസൻ പറഞ്ഞു. പള്ളിമൺ വില്ലേജ് ഓഫീസർക്കാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം എന്നെ കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത പഴയ RDO ശ്രീ ശശികുമാറിൻ്റെ അദ്ദേഹത്തിനും അത്തരത്തിലുള്ള ഒരു മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫേക്ക് ID-യിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വ്യാജ സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ADM-നോട് പറഞ്ഞത് ഇത് പോലീസിലേക്ക് അറിയിക്കുക. അപ്പോൾ പിന്നീട് കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ IPS-നെ ആ വിവരം അറിയിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ വിവരം അറിയിച്ചു. അങ്ങനെ അത് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സൈബർ സെല്ലിൽ അവരുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ADM-ൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുകയും പിന്നീട് വൈകിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് പറയുകയും ചെയ്തു. അന്വേഷിച്ചപ്പോൾ തട്ടിപ്പുകാർ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരം തട്ടിപ്പ് ശ്രമങ്ങൾ ജനങ്ങൾ ജാഗ്രതയോടെ കാണണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നോ മറ്റോ ആണ് അതിൻ്റെ ഉദ്ഭവം അവിടെ നിന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യാജ സന്ദേശം അയച്ചിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതും, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പരാതി കൊടുത്തത്. തട്ടിപ്പ് ശ്രമം കളക്ടർ നേരിട്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നു. പോലീസിന്റെ സൈബർ വിഭാഗം സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ജനം, കൊല്ലം.